ചേ ചമ്മന്തി അരയ്ക്കാനാണല്ലോ കറണ്ടും ഇല്ല. അതിനെന്തിനാ പേടിക്കുന്നേ? നമ്മുടെ സൂപ്പർ പവർ നമ്മുടെ കയ്യിലുള്ളല്ലോ. അതുള്ളിടത്തോളം കാലം ചമ്മന്തി അരയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടും വരില്ല. ഇപ്പൊ കണ്ടോ. തലയിൽ ചമ്മന്തി നല്ലോണം അരഞ്ഞിട്ടുണ്ടേ. അയ്യോ ഹായ്, പുതിയൊരു സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് 90 കിഡ്സുകൾക്ക് ഒരു പരിചിതമായ ഒരു ബ്ലോക്ക് ബസ്റ്റർ സീരിയലിനെ പറ്റിയും അതുപോലെ ഒരു സൂപ്പർ ഹീറോയെ പറ്റിയുമാണ്. ശക്തിമാൻ 90 കിഡ്സുകൾക്ക് ഏറെക്കുറെ അറിയാവുന്ന ഒരു സൂപ്പർ ഹീറോയാണ്. അതിനുശേഷം വന്നവർക്ക് അത്ര പരിചയമില്ലാത്ത ഒരു സൂപ്പർ ഹീറോയാണ് ശക്തിമാൻ. ആ സമയത്ത്, അതായത് 97 കഴിഞ്ഞിട്ടുള്ളവർക്കൊക്കെ കണ്ടിട്ടുള്ളവർക്കൊക്കെ മനസ്സിലായി കാണും. ആ സമയത്ത് ഏറ്റവും വലിയ സൂപ്പർ ഹീറോയും ഇപ്പോഴത്തെ ഏറ്റവും വേസ്റ്റ് സൂപ്പർ ഹീറോയാണ്. അത് പറയാൻ കാരണമുണ്ട്. വീഡിയോ അവസാനം വരെ ഒന്ന് കാണണം. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ മുകേഷ് ഖന്നയെ പറ്റിയും പറയുന്നുണ്ട്. പിന്നെ ഈ ശക്തിമാൻ സിനിമയാക്കുന്നുണ്ടെന്ന് പറയുന്ന ഒരു ന്യൂസ് കോവിഡ് ടൈമിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. വീഡിയോ അവസാനം വരെ ഒന്ന് കാണണം. ആദ്യം തന്നെ ശക്തിമാൻ എന്ന് പറഞ്ഞ ബ്ലോക്ക് ബസ്റ്റർ സീരിയലിനെ പറ്റി പറയാം. ഇപ്പോഴും ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ശക്തിമാനായിട്ട് അഭിനയിച്ച മുകേഷ് ഖന്നയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. കാരണം അത് വേറെ ഒന്നും കൊണ്ടല്ല, ആക്ടർക്ക് പിന്നെ പൈസ കൊടുക്കണ്ടല്ലോ. ഇതിനകത്ത് ഫുള്ള് ആദ്യത്തെ എപ്പിസോഡ് തൊട്ട് അവസാനത്തെ എപ്പിസോഡ് വരെ ശക്തിമാനായിട്ട് അഭിനയിച്ചത് പുള്ളി തന്നെയാണ്. അതായത് പൈസ വാരിക്കോരി ചിലവാക്കിയിട്ടുണ്ട്. ഇതിനകത്തുള്ള ഓരോ സീനുകൾ കണ്ടാലും അറിയാം. ആ സമയത്തുള്ള VFX സീനുകളിൽ ഏറ്റവും ബെസ്റ്റ് VFX സീനുകളെ വെച്ചാണ് ഇത് പൂർത്തിയാക്കിയിരിക്കുന്നത്. ആക്ടർ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഇപ്പോഴത്തെ ജനറേഷനിൽ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനിൽ ഒരു 10 വയസ്സിൽ താഴെയുള്ള എത്ര പേർക്ക് ഈ ശക്തിമാൻ എന്നുള്ളത് അറിയാം? അവർക്ക് എത്ര പേർക്ക് ഇഷ്ടമാണെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ജനറേഷനിലുള്ള പിള്ളേർക്ക് ഇപ്പോൾ ഇറക്കിയാലും അത് ഞാൻ പറയാം. ഈ മുകേഷ് ഖന്ന ഒരു അപ്ഡേറ്റ് തന്നിട്ടുണ്ട്. അത് 2 ആഴ്ചയ്ക്ക് മുമ്പേ തന്നതാണ്. ഞാൻ ഇപ്പോൾ അത് കണ്ടപ്പം തൊട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഈ മുകേഷ് ഖന്ന എന്ന് പറഞ്ഞാൽ ഒരു ഗതി പിടിക്കാത്ത ഒരു ആക്ടറാണ്. എന്ന് പറഞ്ഞാൽ പുള്ളി 80കളിലെ തുടക്കത്തിൽ സിനിമയിൽ ഒക്കെ വന്നതാണ്. സിനിമയിൽ ഗതി പിടിച്ചില്ല, പിന്നെ സീരിയലിലായി. ഈ ശക്തിമാന് മുമ്പ് പുള്ളി കുറേ സീരിയൽ ഇറങ്ങിയിട്ടുണ്ട്. ശക്തിമാന് ശേഷം പുള്ളി കുറേ സീരിയൽ ചെയ്തിട്ടുണ്ട്. ഈ ശക്തിമാൻ മാത്രമാണ് പുള്ളിക്ക് ഒരു പച്ച പിടിച്ചത്. കാരണം അത്രയ്ക്കും ബ്ലോക്ക് ബസ്റ്റർ പുള്ളി അന്ന് ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ ആദ്യത്തെ എപ്പിസോഡ് വരുന്നതെന്ന് പറഞ്ഞാൽ 97 തോന്നുന്നു. 97 വന്ന് പിന്നെ 2004 ആ സമയത്ത് 2004 2005 ആ സമയം വരെ ഉണ്ടായിരുന്നു. ഞാനും ഇതിൻ്റെ ഒരു ഫാനായിരുന്നു. 97 എന്ന് വെച്ചാൽ ഞാൻ നഴ്സറി പഠിക്കുന്ന ഒരു സമയം തൊട്ട് അന്ന് അന്ന് ദൂരദർശനിലാണ് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത്. ദൂരദർശൻ 2 ചാനലുണ്ട്. ഒന്ന് നാഷണൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹിന്ദിയെ വരത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് മലയാളം ഡബ്ബ്. മലയാളം ഡബ്ബിനകത്ത് അത്ര വലിയ പോപ്പുലർ അല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിനകത്തൊക്കെ ടെലികാസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചാണകത്തിൻ്റെ ഉപയോഗം, വാഴ എങ്ങനെ കൃഷി ചെയ്യാം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ടെലികാസ്റ്റ് ആയിട്ട് അതിനകത്തുള്ളത്. പിന്നെ ഈ ഞായറാഴ്ചകളിൽ ഹിന്ദിയിലെ എപ്പിസോഡുകൾ മലയാളത്തിൽ ഡബ് ചെയ്ത് വെക്കും, ശനിയും ഞായറും ഒക്കെ ആയിട്ട്. ശനിയാഴ്ച ജയ് ഹനുമാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓം നമ ശിവായ, ഇങ്ങനെയൊക്കെയുള്ള സീരിയലൊക്കെ ഉണ്ടായിരുന്നു. അത് ഹിന്ദി സീരിയൽ മലയാളത്തിൽ ഡബ് ചെയ്ത് കാണിക്കും. ഇപ്പോഴും അതിന് ഒരു മാറ്റമില്ല. ഏഷ്യാനെറ്റുകാരും എല്ലാ കാര്യം നല്ല വൃത്തിക്ക് ചെയ്ത് വെച്ചേക്കുന്ന പുരാണ സീരിയൽ ഹിന്ദി സീരിയൽ നോക്കിക്കഴിഞ്ഞാൽ മതി. അടിപൊളിയായിട്ട് അത് മേക്ക് ചെയ്ത് ഔട്ട്പുട്ട് നല്ലതായിട്ട് ചെയ്തു വെക്കും. ഈ പുരാണ സീരിയലിലൊക്കെ അത് ഡബ് ചെയ്ത് മലയാളത്തിൽ കാണിക്കും. അതാണ് അടിച്ചു മാറ്റി കാണിക്കുക. അതാണ് റിയാലിറ്റി ഷോ എല്ലാം അടിച്ചു മാറ്റി കാണിക്കുക ഓരോ ചാനലിലൊക്കെ, ഏഷ്യാനെറ്റിലൊക്കെ. ഇപ്പം ഏഷ്യൻകാർ തന്നെ ടെലികാസ്റ്റ് ഷൂട്ട് ചെയ്ത സിനിമയെന്ന് പറഞ്ഞത് സീരിയൽ എന്ന് പറഞ്ഞാൽ അത് കുറവായിരിക്കും. നോക്കിയാൽ മതി. സ്വാമി അയ്യപ്പനും ദേവി മഹാത്മ്യം അതൊക്കെ പണ്ട്. അപ്പോൾ അവരുടെ ഔട്ട്പുട്ടും ഇവരുടെ ഹിന്ദിക്കാരുടെ ഔട്ട്പുട്ടും കൂടെ അന്ന് ഓം നമ ശിവായ ചെയ്ത ആ ഔട്ട്പുട്ട് പോലും ഇപ്പം മലയാളികൾ ചെയ്താൽ കിട്ടത്തില്ല. കാരണം പൈസ എറിഞ്ഞ് ഉണ്ടാക്കണം. മലയാളികൾ അങ്ങനെ ഉണ്ടാക്കുന്നില്ല. അത് എന്തെങ്കിലും ചെയ്യട്ടെ. ഇപ്പോൾ പറഞ്ഞു വന്നത് ശക്തിമാൻ്റെ കാര്യം. അപ്പോൾ ഈ ശക്തിമാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ 97 ശനിയാഴ്ചകളായിരുന്നു അത് ഹിന്ദിയിൽ 11:30 ചെയ്യുന്നത്. പിന്നെ അത് 1 വർഷത്തോളം കഴിഞ്ഞിട്ട് എനിക്ക് ചെറിയ ഓർമ്മയുണ്ട്. എന്നിട്ട് അവസാനം ആദ്യമേ കണ്ടതൊന്നും ഓർമ്മയില്ല. അവസാനം ചില സീനുകളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അത് മലയാളത്തിൽ 1 വർഷം കഴിഞ്ഞിട്ട് ടെലികാസ്റ്റ് ചെയ്ത് ഞായറാഴ്ച 12 മണിക്ക്. അതോടെ മുകേഷ് ഖന്ന കയറി അങ്ങ് ക്ലിക്കായി. എപ്പോഴും എനിക്ക് തോന്നുന്നു ടെലികാസ്റ്റിൽ അന്ന് ലാഭം ഉണ്ടാക്കിയ പൈസയും കൊണ്ടാണ് തോന്നുന്നു ഇപ്പോഴും മുകേഷ് ഖന്ന അരി മേടിക്കുന്നത്. അത്രയ്ക്കും വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ ശക്തിമാൻ്റെ ഒരു സൂപ്പർ പവർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഓരോരുത്തർക്കും ഓരോ ഇത് കാണുമല്ലോ.
ശക്തിമാൻ്റെ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വേസ്റ്റ് സൂപ്പർ ഹീറോ എന്ന് ഞാൻ പറഞ്ഞു. അതിന് കാരണമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ശക്തിമാൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ ഈ പഞ്ചഭൂതങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ശരീരം എല്ലാം ഉണ്ടാക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ്. അത് എന്താണെന്ന് വെച്ചാൽ ജലം, അഗ്നി, ഭൂമി അങ്ങനെയൊക്കെ ഒരെണ്ണം ഉണ്ടല്ലോ. അതിനെ കൺട്രോൾ ചെയ്യാൻ ശക്തിമാന് പറ്റും. അതാണ് ഇയാളുടെ സൂപ്പർ പവർ. പക്ഷേ എനിക്ക് അതിനകത്ത് പുള്ളിയുടെ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ കറങ്ങി സഞ്ചരിക്കുന്ന ആ ഒരു രീതി മാത്രമേ ഉള്ളൂ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ബാക്കിയൊന്നും പുള്ളിയുടെ സൂപ്പർ പവർ ആയാലും ഇപ്പോൾ സൂപ്പർ ഹീറോസിനൊക്കെ അറിയാം ശരീരം ദേഹം അനങ്ങി പണിയെടുക്കണം. പുള്ളി ശക്തിമാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പുള്ളിക്ക് എല്ലാം എന്ന് വെച്ചാൽ കൈ കൊണ്ട് നിയന്ത്രിക്കാനും കണ്ണുകൊണ്ട് നിയന്ത്രിക്കാനും വായിക്കകത്തൂടെ വെള്ളം പോകാനും കണ്ണിനകത്തൂടെ തീ പോകാനും ഇങ്ങനെയൊക്കെ കൈക്കകത്തൂടെ തീ പോകാനും ഇങ്ങനെയൊക്കെയുള്ള പവറൊക്കെ ഉള്ളത്. അത് ഇപ്പോഴത്തെ ആ സമയത്തൊക്കെ കണ്ണ് തെള്ളി ഇരുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം ആലോചിച്ച് നോക്കുമ്പോൾ ഏറ്റവും പന്ന സൂപ്പർ ഹീറോ ശക്തിമാൻ എന്നാണ് എനിക്ക് പേഴ്സണലി ഇപ്പം തോന്നുന്നത്. പക്ഷേ ഇപ്പം ഇത് സിനിമയാക്കുവാണെങ്കിൽ പണ്ടത്തെ എന്ന് വെച്ചാൽ ഈ ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ കൊടുത്തേക്കുന്നത് ഇന്ത്യക്കാരുടെ കുറേ കാര്യങ്ങൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ യോഗയും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഈ ശക്തിമാൻ എന്ന് പറയുമ്പം ഉപേക്ഷിച്ച് പോയ ഒരാളെ ഇവർ സന്യാസികൾ എടുത്ത് വളർത്തുന്നതിനും പിന്നെ അവിടുത്തെ കുറച്ച് യോഗ വിദ്യകളും അഭ്യസിച്ച് അങ്ങനെ കുറേ അഭ്യാസം പഠിപ്പിച്ച് ഇയാളെ ശക്തിമാനാക്കുന്നതായിട്ട് അതിനകത്ത് കൊടുത്തേക്കുന്നത്. ഒരു വല്ലാത്ത ഒരു പവർ. ആ പവർ എനിക്ക് അത്ര ഇഷ്ടമല്ല. ഒന്നെങ്കിൽ ആ കറങ്ങി സഞ്ചരിക്കുന്ന ആ ഒരു പവർ മാത്രം വെച്ചിട്ട് പുള്ളിയുടെ കഴിവുണ്ട് എന്ന് വെച്ചാൽ ഫിസിക്കലി വെച്ച് ആക്ഷൻ ചെയ്യുന്ന കഴിവുകൊണ്ട് ചെയ്യുന്ന ഒരു സൂപ്പർ ഹീറോ ആക്കി സിനിമ വന്നാൽ നല്ലതായിരിക്കും. സിനിമയ്ക്കകത്തും അതേപോലെ ഈ സൂപ്പർ പവർ എല്ലാം കൂടി അടിച്ച് കലക്കി കാണിച്ചു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല. പടം 8 നില പൊട്ടത്തേ ഉള്ളൂ. പിന്നെ ഇപ്പം മുകേഷ് ഖന്ന തന്നെ ഇപ്പം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം രണ്ടാമത് പോപ്പുലറായി എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചെന്ന് പറഞ്ഞാൽ മുകേഷ് ഖന്ന ഇതേപോലെ ഒരു ശക്തിമാൻ്റെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴാണ് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. ഞാൻ ആദ്യം പറഞ്ഞ റൂട്ട്. അപ്പം ആ പുള്ളി പറഞ്ഞ 2026 ഈ കൊച്ചുങ്ങളെല്ലാവരെയും ശക്തിമാൻ്റെ ഫാൻസാക്കി മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പം വന്നേക്കുന്നത്. അത് എന്തോന്ന് പറഞ്ഞാൽ ഈ മുകേഷ് ഖന്ന നല്ലോണം ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ബിരിയാണിയാന്ന് തോന്നുന്നു കഴിച്ചതെന്ന് തോന്നുന്നു. അതിനകത്ത് കോഴി കിടന്ന് കുത്തിയതാന്ന് തോന്നുന്നു പുള്ളി അതേപോലെയൊക്കെയുള്ള വർത്തമാനം പറയുന്നത്. കാരണം അതുകൊണ്ടൊന്നും കാര്യമില്ല. കാരണം ഇപ്പോഴത്തുള്ള പിള്ളേർക്ക് ഈ ശക്തിമാനോട് അത്ര താല്പര്യം ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിലും വലിയ സൂപ്പർ ഹീറോസൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓരോ കാലഘട്ടം കഴിയുന്തോറും അപ്ഡേറ്റ് ആയി സൂപ്പർ ഹീറോസ് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പോപ്പുലർ ആവുന്നതെന്ന് പറഞ്ഞാൽ ഡെഡ്പൂൾ ഏറ്റവും നല്ല. എനിക്കിപ്പം ഡെഡ്പൂൾ സീരീസൊക്കെ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇതായിട്ട് മാറും. പിന്നെ ഇടയ്ക്ക് സ്പൈഡർമാൻ ആയിരുന്നു എനിക്കിഷ്ടം. അങ്ങനെ ഓരോരോ കാലഘട്ടം കഴിയുമ്പോഴും മാറും. ഈ ശക്തിമാൻ്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും പവറിൽ കൊണ്ടുവന്ന് കാണിക്കണം. അല്ലാതെ പഴയത് തന്നെ പിടിച്ച് ആ ഒരു കാലഘട്ടം പിടിച്ചുകൊണ്ട് അത് അന്നത്തെ കാലമല്ല ഇപ്പം അപ്ഡേഷൻ ഒത്തിരിയൊക്കെ മാറി. പിള്ളേർക്ക് ബുദ്ധി വെച്ച് അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ മാറ്റി ഇറക്കിയ ശക്തിമാൻ എന്ന് പറഞ്ഞ സിനിമ ഓടും. ശക്തിമാൻ ഏകദേശം അവസാനിക്കാറായ സമയത്ത് പുള്ളി വേറൊരു സീരിയലും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, ആര്യമാൻ എന്ന് പറഞ്ഞത്. 8 നില പൊട്ടി എന്ന് വെച്ചാൽ അതും ഹോളിവുഡ് ടൈപ്പിൽ കൊണ്ടുവന്നതാണ്. പിന്നെ ആധുനീകരിച്ച ഒരു രീതിയിൽ കൊണ്ടുവന്നതാണ്. പക്ഷേ അത് 8 നില പൊട്ടി 6 മാസം പോലും ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. വലിയ ഓഡിയൻസ് ഒന്നും ഇല്ലായിരുന്നു. ഞാനിത് 2001 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഈ സാധനം വിട്ട്, അത് ശക്തിമാനുള്ള കാരണം വിട്ട്, അപ്പോഴത്തേന് ദൂരദർശനൊക്കെ വിട്ട് ഇപ്പം പുതിയ ചാനലൊക്കെ വന്നു, അതായത് കേബിൾ വന്നായിരുന്നു. അതിനുശേഷം ചാനലുകളുടെ അഭിഷേകമായി. അങ്ങനെ ഏത് ചാനൽ അപ്പം നമ്മൾ 10 സ്പോർട്സിലോട്ട് പോയി. അന്ന് നമുക്കറിയാം WWE ഒക്കെ കത്തി നിൽക്കുന്ന സമയം. അതിനകത്തോട്ടൊക്കെ മാറിപ്പോയി. അതിനുശേഷം ശക്തിമാനും ഡൗൺ ആയിപ്പോയി. അത് കാണാൻ ഓഡിയൻസ് ഒക്കെ കുറഞ്ഞെന്ന് തോന്നുന്നു. എങ്കിലും അത്രയും നാൾ, അതായത് 1997 തൊട്ട് 2002 ആ സമയം വരെ ഏറ്റവും കത്തി നിന്ന ഒരു ബ്ലോക്ക് ബസ്റ്റർ സീരിയലായിരുന്നു ശക്തിമാൻ എന്ന് പറഞ്ഞത്. പക്ഷേ ആ സമയത്ത് അതിനകത്ത് കുറേ കാര്യങ്ങൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. സയൻസ് ഫിക്ഷനൊക്കെ ആദ്യം കാണിക്കുന്ന അതായിരുന്നു തോന്നുന്നു. സയൻസ് ഫിക്ഷൻ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സോംബികളെ വെച്ചുള്ള കുറച്ച് സീരീസ് കാണിക്കുന്നുണ്ടായിരുന്നു. ടൈം ട്രാവൽ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പല ഇതുങ്ങളും VFX ഒക്കെ നല്ല രീതിയിൽ ചെയ്ത് കൊണ്ടുവന്ന സിനിമയാണ്. അന്നൊക്കെ ഒരു സിനിമയിൽ അങ്ങനെ VFX ചെയ്യുന്നത് കുറവായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ കുറച്ചും കൂടെ ഇരട്ടി പൈസയാവും. അല്ല അത്രയല്ല എങ്കിലും നല്ല പൈസയാവും VFX ചെയ്യാൻ. അന്നൊക്കെ ശങ്കറിൻ്റെ സിനിമയ്ക്കൊക്കെ കാണാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അത് പാട്ടിനകത്തൊക്കെ കുറച്ച് സമയം. പിന്നെ മലയാളത്തിൽ ഇച്ചിരിയെങ്കിലും നോക്കിയെന്ന് പറഞ്ഞാൽ ഇപ്പം ആർക്കും ഇഷ്ടമല്ലാത്ത വിനയൻ ആകാശഗംഗയ്ക്കകത്തൂടെ കുറച്ച് VFX സീനുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വിനയനായിരുന്നു ഈ ഒരു ട്രെൻഡ് മലയാളത്തിലോട്ട് ചെറുതായിട്ട് കൊണ്ടുവന്നത്. പക്ഷേ ആ നല്ല ലെവലായി പോകേണ്ട ഒരു ഡയറക്ടറായിരുന്നു വിനയൻ. പക്ഷേ എങ്ങനെയോ നിർഭാഗ്യം വെച്ചാൽ ഡൗൺ ആയിപ്പോയ ഒരു ഡയറക്ടറുമായി പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ശക്തിമാൻ ആ ഒരു സൂപ്പർ പവറൊക്കെ നല്ല സൂപ്പർ ഹീറോസൊക്കെ നല്ലോണം അക്സെപ്റ്റ് ചെയ്ത സമയത്ത് വേറൊരു അലവലാതി ചെറുക്കൻ്റെ ഒരു സീരിയൽ ഉണ്ടായിരുന്നു ദൂരദർശനിൽ തന്നെ. അതും ഞാൻ ഒരു എപ്പിസോഡ് പോലും കണ്ടിട്ടില്ല. കാണുന്നവരൊക്കെ ഉണ്ടായിരുന്നു, ഞാനും അത് കണ്ടിട്ടൊന്നുമില്ല. ഈ ശക്തിമാൻ എന്ന് പറഞ്ഞ സീരിയൽ ഇപ്പോഴത്തുള്ള കുട്ടികൾ അങ്ങനെ അക്സെപ്റ്റ് ആക്കത്തില്ലെന്നാണ് ഇനി ടെലികാസ്റ്റ് ചെയ്താൽ, അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ മലയാളം ഡബ്ബുണ്ട്. ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഒരു യൂട്യൂബിൽ എൻ്റെ മലയാളം ഡബ്ബ് വേർഷൻ കാണിക്കുന്നുണ്ട്.
അതിൻ്റെ ഒരു കുറച്ച് എപ്പിസോഡ് 2-3 എപ്പിസോഡ് കണ്ടിട്ടുണ്ട്. അത് ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഈ ശക്തിമാൻ എന്ന് പറഞ്ഞ സിനിമ വന്നാൽ ഈ മുകേഷ് ഖന്നയെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മുകേഷ് ഖന്നയ്ക്ക് ഒന്നും വയ്യ. അന്ന് ആ സമയത്ത് തന്നെ പുള്ളിക്ക് വയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ആക്ഷൻ സീനുകളൊന്നും ചെയ്യാൻ വയ്യായിരുന്നു. പിന്നെ ഈ പരിപാടിയൊക്കെ കൊണ്ടാക്കിയാണ് പിടിച്ചു ചെയ്യുന്നത്. അപ്പോൾ ഇനി വരുവാണെങ്കിൽ ഇച്ചിരി ആക്ഷൻ സീനൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവന്നാൽ ചിലപ്പം ക്ലിക്ക് ആവാൻ ചാൻസ് ഉണ്ട് ശക്തിമാൻ. പിന്നെ നല്ലൊരു യോഗ്യനായിട്ടുള്ള ഒരാളെയും കൂടെ കാസ്റ്റ് ആക്കുക. മുകേഷ് ഖന്നയൊക്കെ ഒന്നും വയ്യ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ പറ്റിയുള്ള അഭിപ്രായം തോന്നുന്നു വെച്ചാൽ കമൻറ്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള അടുത്തൊരു വീഡിയോ വരുന്നത്.